കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യുവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥാനത്തിൽ കടന്നു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ദൈവിക വചനചിന്തകളാൽ നിറയുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ പുതിയ ഒരു വചനചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനായി നമുക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 1 കൊരിന്ത്യർ 13 അധ്യായം 13 വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഈ 1 കൊരിന്ത്യർ 13 അധ്യായം എന്ന് പറയുന്നത് സ്നേഹത്തെക്കുറിച്ച് വിശകലനം ചെയ്തിരിക്കുന്നതായ ഒരു അധ്യായമാണ്. സ്നേഹത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി പറയുന്നു. ഈ 13 അധ്യായം അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായ ഒരു സന്ദേശം നമുക്കെല്ലാവർക്കും നൽകുക, പ്രത്യേകിച്ച് കർത്താവ് യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ അനുഗമിക്കുന്ന ആളുകൾക്ക് കൊടുക്കുകയാണ്. നമുക്കറിയാം, അനുഗമിക്കുക അല്ലെങ്കിൽ പിന്തുടരുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഇന്ന് ഈ ഭൂമിയിൽ നാം കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുക. നാം എല്ലാവരും കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വാസത്താലാണല്ലോ അനുഗമിക്കേണ്ടത്. എന്നാൽ വിശ്വാസത്താൽ അനുഗമിക്കുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ലക്ഷ്യമില്ലാതെ നമുക്ക് ഒന്നിനെയും അനുഗമിക്കുവാൻ സാധ്യമല്ലല്ലോ. എന്താണ് നമ്മുടെ ലക്ഷ്യം? ഇന്ന് പല ആളുകളും കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തു അവർക്ക് അവരുടെ കാര്യം സാധിക്കാനുള്ള ഒരു വ്യക്തിയായി മാത്രം ഇരിക്കുക. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴേ ആളുകൾ പ്രാർത്ഥിക്കാൻ വരികയുള്ളൂ. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴേ ആളുകൾ യേശുവിനെ വിളിക്കാൻ വരികയുള്ളൂ. അല്ലെങ്കിൽ സഭകളിലേക്കോ ചർച്ചുകളിലേക്കോ ആളുകൾ കടന്നു പോകുന്നത് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴാണ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസും അതേപോലെ തന്നെ നിരവധി അപ്പോസ്തലന്മാരും ആദിമസഭയെ ദൈവവചനത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവർ പിന്തുടരേണ്ട ശ്രേഷ്ഠമേറിയ 3 കാര്യങ്ങളെക്കുറിച്ച് പറയുമായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് എഴുതിയതായ ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വേർഡിൽ കൊടുത്തിരിക്കുന്നത് അബൈഡിങ് എന്നുള്ള, അതായത് നാം ഓരോരുത്തരും ഈ 3 കാര്യങ്ങളിൽ അബൈഡ് ചെയ്യണം, വസിക്കണം. അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങളെ നമ്മൾ പിന്തുടരണം, പേഴ്സ്യൂ ചെയ്യണം. അപ്പോൾ നോക്കണേ, ഇന്ന് ആളുകൾ പേഴ്സ്യൂ ചെയ്യുന്നത് രോഗസൗഖ്യത്തെയും അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അഭിവൃദ്ധികളെയൊക്കെയാണ് അവർ പിന്തുടരുന്നത്. അതിന് കർത്താവ് യേശുക്രിസ്തു ഒരു ഉപാധി മാത്രമായി അവർ കാണുകയാണ്. പക്ഷെ അങ്ങനല്ല. കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഏതൊരു വ്യക്തിയും പിന്തുടരേണ്ടത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 കാര്യങ്ങളെയാണ്. അപ്പോസ്തലനായ പൗലോസ് മാത്രമല്ല, പത്രോസും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അപ്പോസ്തലനായ പൗലോസ് ഈ കൊരിന്ത്യർ ലേഖനത്തിലല്ലാതെ തെസ്സലോനിക്കൻ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ വായിക്കുകയാണ്. 1 തെസ്സലോനിക്കർ 1 അധ്യായം 3 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ സന്നിധിയിൽ ഓർത്ത്. ഇവിടെ പ്രത്യാശയുടെ സ്ഥിരതയെക്കുറിച്ച് പറയുന്നു. അതുപോലെ 1 തെസ്സലോനിക്കർ 5 അധ്യായം 8 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രവുമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ നാം പകലിനുള്ളവരാണ്. പകലിനുള്ളവർ എന്ന് പറയുന്നത് നാം വെളിച്ചത്തിലുള്ളവരാണ്. അതുകൊണ്ട് വിശ്വാസവും സ്നേഹവും എന്ന കവചവും, വിശ്വാസവും സ്നേഹവും എന്ന കവചം എന്ന് പറയുമ്പോൾ കവചം എപ്പോഴും ആക്രമണങ്ങളെ തടയുന്നതാണല്ലോ. അതുപോലെ ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട്, ഇവിടെ പ്രത്യാശയെ രക്ഷയുടെ ശിരസ്ത്രമായിട്ട് പറയുക. അപ്പോൾ നോക്കണേ, എത്രത്തോളം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ കവചവും ശിരസ്ത്രവും എന്നൊക്കെ പറയുന്നത് ഒരു ഭടനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവൻ നിലനിർത്തുന്ന കാര്യമാണ്. ഏത് ആക്രമണങ്ങളും അവന് തടയാൻ കഴിയുന്നതായ 2 പ്രധാനപ്പെട്ട പ്രതിരോധ വസ്ത്രങ്ങളാണ് ഈ കാണുന്നതായ ശിരസ്ത്രവും കവചവും എന്ന് പറയുന്നത്. കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമ്മുടെ ജീവിതവും ദൈവത്താൽ സുരക്ഷിതമാകുവാൻ നമ്മൾ ധരിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, 1 വിശ്വാസവും സ്നേഹവും എന്ന കവചവും, 3ാമതായിട്ട് ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും. ഇവ ധരിച്ചുകൊണ്ട് നമ്മൾ സുബോധമുള്ളവരായിരിക്കാം.
അങ്ങനെയാണെങ്കിൽ സുബോധത്തോടു കൂടെ വേണം നമ്മൾ നടക്കേണ്ടത്. അതായത് ശത്രുവിൻ്റെ ആക്രമണങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. അതുപോലെ തന്നെ ഗലാത്യ ലേഖനം 5-5 അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. ഇനി അപ്പോസ്തലനായ പൗലോസ് മാത്രമല്ല, പത്രോസും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 1:21 നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തിരിക്കുന്നു. എന്നാൽ സത്യം അനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം സ്നേഹിപ്പേ. അപ്പോൾ നോക്കണേ, ഈ അപ്പോസ്തലന്മാരെല്ലാവരും തന്നെ ആദിമസഭയെ പഠിപ്പിച്ചത് നമ്മൾ പിന്തുടരേണ്ട വിശ്വാസം, പ്രത്യാശ, സ്നേഹം. വിശ്വാസം എന്ന് പറയുന്നത് ദൈവവചനത്തിലൂടെ കടന്നു വരുന്നതാണ്. പ്രത്യാശ എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയതായ വാഗ്ദത്തങ്ങളെ നാം മുറുകെ പിടിക്കുന്നതാണ്. മൂന്നാമതായിട്ട് സ്നേഹം എന്ന് പറയുന്നത് ദൈവം നമ്മളിൽ പകർന്ന ഒരു കാര്യമാണ്. അത് നാം ദൈവത്തെ മാത്രമല്ല മറ്റ് ആളുകളെയും സ്നേഹിക്കേണ്ടതാണ്. സ്നേഹത്തെക്കുറിച്ച് പിന്നീട് നമ്മൾ ചിന്തിക്കും. സ്നേഹം എല്ലാ വരങ്ങളെക്കാളും ശ്രേഷ്ഠമേറിയ ഒരു വരമാണെന്നുള്ളത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും പിന്തുടരേണ്ടത് ഈ 3 കാര്യങ്ങളെ ആയിരിക്കണം. ദൈവവചനത്തിലൂടെ നമ്മൾ പ്രാപിക്കുന്നതായ വിശ്വാസത്തിൽ നമുക്ക് നിലനിൽക്കാനും, അതുപോലെ ദൈവം നമ്മളോട് പറഞ്ഞതായ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുവാനും. ആ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രത്യാശയുടെ വാഗ്ദത്തങ്ങളാണ്. ഏറ്റവും വലിയ പ്രത്യാശയുടെ വാഗ്ദത്തം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവും കർത്താവിനോട് കൂടിയുള്ള നമ്മുടെ എന്നേക്കുമുള്ള വാസ്തവമാണ്. അതിനുവേണ്ടിയുള്ള ആ വാഗ്ദത്തങ്ങൾ നമ്മൾ മുറുകെ പിടിക്കണം. മൂന്നാമതായിട്ട് ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്ന ആ സ്നേഹത്താൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം. ഇന്ന് ഈ കേട്ട വചനത്തിനു മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ ഭൂമിയിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ പിന്തുടരേണ്ടത് മാനുഷികമായ ലക്ഷ്യങ്ങളെയല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്ന ഈ 3 കാര്യങ്ങളെയാണ്. പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവകൃപയാൽ എല്ലാവരും നിറയപ്പെടട്ടെ. ഞങ്ങളിവിടെ കണ്ടതായ ഈ 3 കാര്യങ്ങൾ, ഈ 3 വെർച്യൂസ്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയെ ഞങ്ങൾക്ക് പിന്തുടരുവാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കണ്ട ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് എപ്പോഴും അനുഗ്രഹപ്രദമാണ്. തുടർന്നും നമുക്ക് ഒരുമിച്ച് കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂടെ മുന്നേറുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശ്വാസത്തെയും പ്രത്യാശയും സ്നേഹത്തെയും പിന്തുടരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.